ഞാൻ ഒറ്റയ്ക്കാണ്, എന്നും ഒറ്റയ്ക്കാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ സാധാരണ വാക്കുകളായി അന്ന് പലരും അത് കേട്ടിരിക്കാം. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ആ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു തിരിഞ്ഞുനോട്ടമായി മാറുമെന്ന് ആരും കരുതിയില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്ന കാലം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പുകളികൾ അതിന്റെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ അധികാര കേന്ദ്രങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ വി.ഡി. സതീശൻ എന്ന പേര് അവസാന നിമിഷങ്ങളിൽ പോലും പരിഗണനയ്ക്ക് പുറത്തായിരുന്നു. മന്ത്രിസ്ഥാനമെന്ന സ്വപ്നം പോലും അന്ന് അദ്ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ ശബ്ദമുണ്ടായിരുന്നെങ്കിലും ശക്തമായ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിനൊപ്പമില്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നും ഒറ്റയ്ക്കാണ്. പക്ഷേ ആ ഒറ്റപ്പെട്ട യാത്ര അവസാനിപ്പിക്കാൻ പോകുകയായിരുന്നു. അദ്ദേഹം അന്ന് മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. പാർട്ടി മുറികളിൽ തനിക്കാരുമില്ലെങ്കിലും പുറത്തൊരു ജനക്കൂട്ടം പതുക്കെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രം പറഞ്ഞാൽ ഗ്രൂപ്പുകളുടെ ചരിത്രം പറയാതെ കഴിയില്ല. ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും, നേതാക്കളുടെ കൂട്ടുകെട്ടുകളും പടയൊരുക്കങ്ങളും. അതിനിടയിൽ ഒരു നേതാവിന്റെ ഉയർച്ച സാധാരണയായി സ്വന്തം വിഭാഗത്തിന്റെ ശക്തിയിലാണ് ആശ്രയിക്കാറ്. പക്ഷേ സതീശന്റെ രാഷ്ട്രീയം അതിൽ നിന്ന് വേറിട്ട് നിന്നു. അദ്ദേഹം ഗ്രൂപ്പ് നേതാവാകാൻ ശ്രമിച്ചില്ല. സ്വന്തം പേരിൽ അനുകൂലികളുടെ കൂട്ടം സൃഷ്ടിക്കാനും നിന്നില്ല. പകരം അദ്ദേഹം ജനങ്ങളിലേക്കിറങ്ങി. പ്രതിപക്ഷ നേതാവായെത്തിയതോടെയാണ് കേരളം മറ്റൊരു വി.ഡി. സതീശനെ കാണാൻ തുടങ്ങിയത്. നിയമസഭയ്ക്കുള്ളിലെ ആക്രമണാത്മക പ്രസംഗങ്ങൾ, സർക്കാരിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ എല്ലാം ചേർന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ജനങ്ങളുടെ പ്രതീക്ഷയായി തീർന്നു. യുവാക്കൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഭാവി കണ്ടു. സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയത്തെ വെറുത്തുനിന്നിരുന്ന പലർക്കും പോലും സതീശൻ ഒരു മാറ്റത്തിന്റെ മുഖം ആയി തോന്നി. പഴയ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്ന ഒരാളായി അദ്ദേഹം മാറി. ഇടതുപക്ഷത്തിന്റെ തുടർഭരണ സാധ്യതകൾ ശക്തമായിരുന്ന സമയത്ത് പോലും യു.ഡി.എഫിനെ വീണ്ടും പോരാട്ടത്തിലേക്ക് കൊണ്ടുവന്നത് സതീശന്റെ നേതൃത്വമാണെന്ന വിലയിരുത്തൽ ശക്തമായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും വലിയ ചർച്ചയായി. പുതിയ കേരളം, പുതിയ രാഷ്ട്രീയം, യുവാക്കളുടെ കാലം. ഇവ വെറും മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, ജനങ്ങളിൽ പ്രതീക്ഷ സൃഷ്ടിച്ച സന്ദേശങ്ങളായി മാറി. അങ്ങനെ ചരിത്ര വിജയം നേടി യു.ഡി.എഫ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായി എല്ലാവരും കരുതിയത് ഒരേ ഒരു പേരായിരുന്നു, വി.ഡി. സതീശൻ. പക്ഷെ അധികാരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വീണ്ടും പഴയ കോൺഗ്രസ് രാഷ്ട്രീയം തലപൊക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകൾ ഡൽഹി വരെ നീണ്ടു. ഗ്രൂപ്പുകളും നേതാക്കളും തങ്ങളുടെ നീക്കങ്ങൾ തുടങ്ങി. ഒരിക്കൽ കൂടി സതീശൻ അകറ്റി നിർത്തപ്പെടുമോ എന്ന സംശയം ശക്തമായി. എന്നാൽ ഇത്തവണ ഒരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. 2011 സതീശൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ 2026 സതീശനൊപ്പം ഒരു ജനത കൂടെയുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകർ തുറന്നടിച്ച് രംഗത്തെത്തി. സതീശൻ വേണം എന്ന ആവശ്യം പാർട്ടി ഓഫീസുകളുടെ പുറത്തേക്കും തെരുവുകളിലേക്കും പടർന്നു. സാധാരണ പ്രവർത്തകർ മുതൽ യുവാക്കൾ വരെ ഒരേ ശബ്ദത്തിൽ സംസാരിച്ചു. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞ ഒരു വാക്കും വീണ്ടും ചർച്ചയായി. സംഘനൃത്തത്തിനിടയിൽ ഒറ്റയ്ക്ക് മോഹിനിയാട്ടം കളിക്കരുത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സ്ഥിതി മറിഞ്ഞു. സംഘനൃത്തം നിർത്തി ഓരോ നേതാക്കളും സ്വന്തം മോഹിനിയാട്ടം തുടങ്ങുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ, ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വം. ഡൽഹിയിലും കേരളത്തിലും ഒരുപോലെ സമ്മർദ്ദം ശക്തമായി. ഒടുവിൽ ഹൈക്കമാൻഡിനും ഒരു സത്യം തിരിച്ചറിയേണ്ടി വന്നു. ഇത് ഇനി വെറും ഒരു നേതാവിന്റെ പേരിലുള്ള തർക്കമല്ല, ഇത് ജനങ്ങളുടെ വികാരമായി മാറിക്കഴിഞ്ഞു. ഒരിക്കൽ അവഗണനയുടെ വേദന അനുഭവിച്ച സതീശൻ തന്നെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്, അർഹതപ്പെട്ടവരെ നേതൃത്വം മറന്നുപോയാൽ അത് കണ്ണീര് വീഴ്ത്തും, പാർട്ടിയെ ചുട്ടുപൊള്ളിക്കും. ആ തീ ഇത്തവണ പടരാൻ പാർട്ടി അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് നടന്ന ഒരാൾ ഒടുവിൽ ഒരു ജനതയുടെ പ്രതീക്ഷയായി മാറി. ഗ്രൂപ്പുകളെ മറികടന്ന് ജനപിന്തുണ കൊണ്ട് ഉയർന്നുവന്ന നേതാവായി വി.ഡി. സതീശൻ ചരിത്രം കുറിച്ചു. അദ്ദേഹം വെറും പ്രതിപക്ഷ നേതാവല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്.